എന്തായാലും ആലപ്പുഴയിൽ ഏതെങ്കിലും ഒരു ഷാപ്പിൽ കയറി നല്ല മലയാള തനിമയുള്ള ഭക്ഷണം കഴിക്കാം. കേട്ടോ കേട്ടോ. നമസ്കാരം. നമസ്കാരം. ചേട്ടാ എന്തുകൊണ്ട് കഴിക്കാൻ? ചേട്ടാ ഇവിടെ നല്ല ഊണുണ്ട്, കറിയുണ്ട്, കാക്ക ഉണ്ട്, കൊഞ്ചുണ്ട്, അവലുണ്ട്, പൊറിച്ച മീനുണ്ട്. ചേട്ടാ എല്ലാം കൂട്ടി കറി മുറ തിന്നാം. ഈശ്വര, ആലപ്പുഴയിലെ ഷാപ്പിൽ വിളമ്പാൻ വരെ ബംഗാളിയാ. മീൻകറി ഉണ്ടോ? മീനെ കൊണ്ടുവന്ന കൊതമ്പുളിയൊക്കെ നല്ല സൂപ്പർ മീൻകറി ഉണ്ട്. ചേട്ടാ ആ പുളിയിട്ടത് വേണ്ട. ചേട്ടാ എനിക്ക് ഇവിടെ സൂടോടെ ചായ കുടിക്കാം. ചേട്ടാ ഇവിടെ സുഖമുണ്ട്, ബോണ്ടയുണ്ട്, പറമ്പുണ്ട്, പറമ്പുറയുണ്ട്. ദൈവത്തെ ഒത്തിരി നീ പലഹാരത്തിന്റെ പേര് പറയുന്നു. എനിക്ക് തെറിയേക്കാൻ വയ്യ. ഇവനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? എനിക്ക് ചേട്ടാ ചേട്ടന് ഹിന്ദി അറിയാമോ? ഇല്ല. എന്നാ എനിക്ക് മലയാളം അറിയാം, ഹിന്ദി അറിയാം. ചേട്ടാ മലയാളത്തിൽ പറ ചേട്ടാ. നിങ്ങൾ ഇവിടെ നിൽക്കുവാണോ? ആ റേഷൻ കടയിൽ പോയി സാധനം വാങ്ങിച്ചോട്ടോ. ചേച്ചി ഇത് ആരുടെ പറഞ്ഞത്? എന്റെ ഭർത്താവിന്റെ അടുത്ത്. ചേച്ചിയുടെ ഭർത്താവാണോ ബംഗാളി? അതെ. ചേട്ടൻ ഇവിടുന്നാണോ കല്യാണം കഴിച്ചത്? ചേട്ടന് എത്ര പിള്ളേര്? 4 പിള്ളേര്. 4 പിള്ളേരും. ഈ ഭാഗ്യങ്ങളോട് ഇതൊക്കെ എങ്ങനെ ചേട്ടാ? ലൈറ്റ് അണച്ചാ പിന്നെ എന്തോന്ന് പാസ ചേട്ടാ. നോട്ടോണ്ടിക്കാതെ പോയിട്ട് വാ മനുഷ്യ. എടീ നമ്മുടെ കാറിന് മുറുക്കലങ്ങി വാങ്ങിക്കണോ ബസ്സറി വാങ്ങിക്കണോ? നിങ്ങൾ രണ്ടും പോയി വാങ്ങിച്ചോട്ടോ വാ. ഉഴുകലരിയും പച്ചരിയും പിന്നെ മണ്ണെണ്ണ. ഏത് ഭാഷയായിക്കോട്ടെ, ഭാര്യമാര് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭർത്താക്കന്മാര് കമാന്നൊരു അക്ഷരം പെടുന്നു. ചേട്ടാ പോട്ടാ. ചേച്ചി ഇനി വന്നേ. എന്തിനാ ചേച്ചി ബംഗാളി കെട്ടിയത്? പിന്നെ ബംഗാളിയെ കേട്ടപ്പോ ഞാൻ മലയാളിയെ കെട്ടുന്നതായിരുന്നാ? എടാ ഞാൻ കേരളത്തിലെ മലയാളിയെ കെട്ടിയിരുന്നെങ്കിൽ പിറ്റേ തൊട്ട് ഞാൻ ഏതെങ്കിലും തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകേണ്ടി വന്നേനെ. എന്നിട്ട് ഞാൻ ജോലി കൊണ്ടുവന്ന പൈസ എവ എടുത്ത് കുടിച്ച് ഏതെങ്കിലും ഓണക്കകത്ത് കിടക്കും. 2 വർഷം കഴിയുമ്പോ ഡൈവേഴ്സും 2 പിള്ളേരും. ബംഗാളിയാണെങ്കിൽ എന്ത് സുഖമാണ്. രാവിലെ 5 മണിയാകുമ്പോ വെച്ച് ജോലിക്ക് പോകും. 10,000 പൊറോട്ട അടിച്ച് 7 മണിയാകുമ്പോ തിരിച്ചു വരും. എന്റെ കയ്യിൽ 475 രൂപ വെച്ച് തരും. അപ്പൊ ബാക്കി പൈസ? ബാക്കി എന്തോന്ന്? ആകെ 475 രൂപയേ ഉള്ളൂ. എനിക്കൊന്നിനും ഒരു ബുദ്ധിമുട്ടും ഇല്ലടാ. എനിക്ക് 2 റേഷൻ കാർഡുണ്ട്. 2 റേഷൻ കാർഡാ? അതെവിടെയൊക്കെ? ഒന്ന് കേരളത്തിലെ നെടുമുടിയിലും മറ്റൊന്ന് ബംഗാളിലെ ഉത്തംപൂർ പാലിക്കാട് ജില്ലയിലും. പിന്നെ വേറെ കേസുണ്ട്. വെള്ളപ്പൊക്കം വന്നാൽ ഞങ്ങൾക്ക് പേടിക്കണ്ട. അതെന്താ? ഇവിടെ വെള്ളപ്പൊക്കം വന്നാൽ ഞങ്ങൾ എല്ലാം കൂടെ വലിച്ചു പറിച്ചോണ്ട് അങ്ങ് ബംഗാളിലോട്ട് പോകും. അവിടെ വെള്ളപ്പൊക്കം വന്നാൽ അതെല്ലാം കൂടെ പറിച്ചെടുത്തോണ്ട് ഇങ്ങോട്ടും വരും. എടാ ആറാംസെ ദേക്കിനേക്ക് ബാത്തേക്ക് സിദ്ധി. വേണമെങ്കിൽ വല്ല വാങ്ങിച്ചു തിന്നിട്ട് പോവാൻ. ഈ ബംഗാളിൽ നിന്ന് ജോലിക്ക് വേണ്ടി ആണുങ്ങൾ വന്ന സമയത്ത് വല്ല പെണ്ണുങ്ങൾ വന്നിരുന്നെങ്കിൽ ഏതിനെങ്കിലും ഒരുത്തിയെ കെട്ടി സുഖമായിട്ടൊക്കെ ജീവിക്കാൻ.